അതിശൈത്യത്തിന് പേരുകേട്ട അലാസ്ക, അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന നോം എന്ന ഗ്രാമം. 1925 നോമിൽ ഗുരുതരമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ബാക്ടീരിയ വരുത്തുന്ന ഡിഫ്തീരിയ എന്ന രോഗം മൂലം ഗ്രാമീണരിൽ പലരും മരണത്തോടടുത്തു. കാലാവസ്ഥ മോശമായതിനാൽ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ നോമിലേക്ക് അടുക്കാൻ വയ്യ. മരുന്നെത്തിക്കാൻ ഒരു വഴിയുമില്ല. ഒടുവിൽ നായകൾ വലിക്കുന്ന സ്ലെഡ് എന്ന മഞ്ഞുവണ്ടി മരുന്നുമായി പുറപ്പെട്ടു. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിലും -30 തണുപ്പിലും 1000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ നായസംഘത്തെ അയക്കുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. ലിയോനാർഡ് സെപ്പാലയുടെ നായസംഘത്തെ നയിച്ചത് ടോഗോ എന്ന 12 വയസ്സുള്ള സൈബീരിയൻ ഹസ്കിയാണ്. അവർക്ക് യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും അപകടകരവുമായ ഭാഗമാണ് സഞ്ചരിക്കേണ്ടി വന്നത്. ഒരു ദിവസത്തെ യാത്ര ലാഭിക്കാനായി മരവിച്ച മഞ്ഞു നദിയിലൂടെ അവർ കുറുക്കുവഴി കണ്ടെത്തി. മഞ്ഞുനദി അതിസാഹസികമായി നീന്തിക്കയറി തന്റെ കൂട്ടാളികളെ രക്ഷിക്കുകയും ചെയ്തു ടോഗോ എന്ന വീരൻ. ഈ ദൗത്യത്തിന്റെ ഏറ്റവും അപകടകരമായ 500 കിലോമീറ്ററിലധികം ദൂരം തന്റെ ടീമിനെ വിജയകരമായി നയിക്കാൻ ടോഗോയ്ക്ക് കഴിഞ്ഞു. തണുത്തുറഞ്ഞ താപനിലയും ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ഗ്രൂപ്പിലെ നിരവധി നായ്ക്കൾ ചത്തു. പക്ഷേ ടോഗോ തളർന്നില്ല. അവൻ സർവ്വശക്തിയുമെടുത്ത് തന്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. യാത്രയുടെ അവസാന പാദം കവർ ചെയ്യുന്നതിനും ഗ്രാമത്തിൽ മരുന്നെത്തിക്കുന്നതിനും ബാൾട്ടോ എന്ന നായയുടെ ടീം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബാൾട്ടോയുടെ ടീം മരുന്ന് ഗ്രാമത്തിലെത്തിച്ചു. ഇക്കാരണത്താൽ ബാൾട്ടോയെ ലോകമെമ്പാടുമുള്ള നായകനായി കണക്കാക്കി. എന്നാൽ ടോഗോയാണ് യഥാർത്ഥ ഹീറോ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഗ്രാമത്തെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ബാൾട്ടോയ്ക്ക് ലഭിച്ചുവെങ്കിലും ഡിസ്നി കഥയേക്കാൾ കൂടുതൽ അറിയുന്നവർ പറയും ടോഗോയാണ് യഥാർത്ഥ ഹീറോ എന്ന്. ടോഗോയുടെ ഒരു വെങ്കല പ്രതിമ 2022 സെപ്റ്റംബർ 17 പോളണ്ടിൽ സ്ഥാപിച്ചു. മഞ്ഞിൽ ഒറ്റപ്പെട്ടു പോയ ആ ഗ്രാമത്തിൽ ദൈവമെത്തിയത് ടോഗോയുടെ രൂപത്തിലാണ്. ആയിരത്തി 1917 ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം. അമേരിക്കൻ കരസേനയുടെ പരിശീലന ക്യാമ്പിൽ വന്നുപെട്ട ഒരു തെരുവ് നായ റോബർട്ട് കോൺറോയ് എന്ന സൈനികന്റെ കണ്ണിൽപ്പെട്ടു. കുറിയ വാലുള്ള അതിന് അയാൾ സ്റ്റബ്ബി എന്ന് പേരിട്ടു. മിടുമിടുക്കനായ സ്റ്റബ്ബി വളരെ പെട്ടെന്ന് ക്യാമ്പിന്റെ ഭാഗമായി മാറി. പട്ടാള ചിട്ടകൾ അവൻ എളുപ്പത്തിൽ പഠിച്ചു. ഇരുകാലിൽ നിന്ന് സല്യൂട്ട് അടിക്കുന്ന വിദ്യയും അവൻ വശത്താക്കി. ഫ്രാൻസിലേക്ക് പുറപ്പെട്ട കപ്പലിൽ കോൺറോയ് ആരും അറിയാതെ സ്റ്റബ്ബിയെയും കയറ്റി. ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ അറ്റൻഷനായി നിന്ന് കിടിലനൊരു സല്യൂട്ട് കൊടുത്ത് കമാൻഡിംഗ് ഓഫീസറെ വീഴ്ത്തിക്കളഞ്ഞു സ്റ്റബ്ബി. യുദ്ധമുന്നണിയിൽ പട്ടാളക്കാർക്കൊപ്പം പോരാടിയ സ്റ്റബ്ബിക്ക് ഒരിക്കൽ വിഷവാതക പ്രയോഗത്തിൽ പരിക്കേറ്റെങ്കിലും അതോടെ വിഷവാതകത്തിന്റെ ഗന്ധം പഠിച്ചെടുത്ത സ്റ്റബ്ബി പിന്നീട് ഉറങ്ങിക്കിടന്ന പട്ടാളക്കാരെ വാതക പ്രയോഗത്തിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിലെ 17 പോരാട്ടങ്ങളിൽ സ്റ്റബ്ബി സജീവമായി പങ്കെടുത്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരെ ആദരിക്കാനായി രൂപം കൊടുത്ത അമേരിക്കൻ ലിജിയണിലെ ലൈഫ് ടൈം മെമ്പറായി പിന്നീട് രാഷ്ട്രം സ്റ്റബ്ബിയെ ആദരിച്ചു. 1921 ഹ്യൂമൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏർപ്പെടുത്തിയ ഗോൾഡ് ഹീറോ ഡോഗ്സ് മെഡലിനും ഈ പുലിക്കുട്ടൻ അർഹനായി. മനുഷ്യന് വേണ്ടി ജീവിച്ച സ്റ്റബ്ബി 1926 ലോകത്തോട് വിട പറഞ്ഞു. മറ്റു നായകളെ അപേക്ഷിച്ച് പോലീസ് നായകൾക്ക് ആറാമതൊരിന്ദ്രിയം കൂടിയുണ്ട്. എത്ര പിടികിട്ടാത്ത കേസും തെളിയിക്കാനുള്ള അപാര കഴിവും. കാനഡയിലെ നോവ സ്ക്വാട്ടിയയിലെ സമർത്ഥനായ പോലീസ് ഡോഗായിരുന്നു ട്രാക്കർ. 6 വർഷത്തെ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടെ $10 ലക്ഷം കള്ളക്കടത്ത് സാധനങ്ങൾ ട്രാക്കർ കണ്ടെത്തി. 2001 സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ട്രാക്കറിന് പ്രധാനപ്പെട്ട മറ്റൊരു അസൈൻമെന്റ് ലഭിച്ചു. സെപ്റ്റംബർ 11 ആക്രമണത്തിൽ തകർന്നുപോയ ന്യൂയോർക്കിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നതായിരുന്നു അത്. ട്രാക്കറും കനേഡിയൻ പോലീസിലെ അവന്റെ പരിശീലകനായ ജെയിംസ് സിമിങ്ടണും സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി. വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടന്ന അവസാനത്തെ ആളെ കണ്ടെത്താൻ ട്രാക്കർക്ക് കഴിഞ്ഞു. ജീവനും മരണത്തിനുമിടയിൽ പെട്ടുപോയവരെ തിരഞ്ഞ് 2 ദിവസം ട്രാക്കർ വിശ്രമമില്ലാതെ നടന്നു. ഒടുവിൽ പുകയും പൊള്ളലുമേറ്റ് അവശനിലയിലായ അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കാനഡയിലേക്ക് മടങ്ങിയെങ്കിലും ഗ്രൗണ്ട് സീറോയിലെ കഠിന പ്രയത്നം ട്രാക്കറെ രോഗിയാക്കി മാറ്റി. 2009 ഏപ്രിലിൽ ട്രാക്കർ ലോകത്തോട് വിട പറഞ്ഞു. അതിനു മുമ്പേ തന്നെ ജെയിംസ് സിമിങ്ടൺ ട്രാക്കറുടെ DNA ക്ലോണിങ്ങിനായി സമർപ്പിച്ചിരുന്നു. 2009 ജൂണിൽ ക്ലോണിങ്ങിലൂടെ 5 ട്രാക്കറുകൾ പിറന്നു. ധീരതയുടെ പുനരവതാരങ്ങളായി. ആയിരത്തി 1923 നവംബറിൽ ജപ്പാനിലെ ഒരു കർഷകന്റെ കളപ്പുരയിലാണ് ഹാച്ചിക്കോ ജനിച്ചത്. എന്നാൽ പിറ്റേ വർഷം ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗം പ്രൊഫസറായ ഹിറ്റ്സാബുറോ യൂനോ അവനെ വാങ്ങി.
ഷിബുയ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറിയാണ് അദ്ദേഹം എന്നും കോളേജിലേക്ക് പോകുന്നത്. ഹാച്ചിക്കോയും അദ്ദേഹത്തെ അനുഗമിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും അദ്ദേഹം എത്തുന്ന നേരമാവുമ്പോഴേക്കും ഹാച്ചിക്കോ സ്റ്റേഷനിലെത്തും. ആ കൂട്ടുകെട്ടും വിശ്വാസ്യതയും വളർന്നു. എന്നാൽ 1925 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കവേ അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചു. ഹാച്ചിക്കോ ഒരു നായയല്ലേ, അവൻ എങ്ങനെ ഇത് അറിയാനാണ്? അന്നും പതിവ് പോലെ ഹാച്ചിക്കോ തന്റെ പ്രിയപ്പെട്ട യജമാനനെയും തേടി സ്റ്റേഷനിലെത്തി. എന്നാൽ ആ വണ്ടിയിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം എത്തിയില്ല. പക്ഷേ ഹാച്ചിക്കോ തന്റെ പതിവ് തെറ്റിച്ചില്ല. അവൻ എന്നും അതേ സമയം സ്റ്റേഷനിലെത്തി. സ്റ്റേഷന് ചുറ്റുമുള്ള ആളുകൾ അവനെ ഒരു തെരുവ് നായയായിട്ടാണ് കണ്ടത്. സ്റ്റേഷനിലെ ജോലിക്കാർ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ അവന്റെ മുഖത്ത് ചായമടിക്കുകയും മീശ വരയ്ക്കുകയും ചെയ്തു. കുട്ടികൾ അവനെ പരിഹസിക്കുകയും ചുറ്റിനും നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു. അവൻ തിരിച്ചു വരാതിരിക്കാൻ ജീവനക്കാർ അവന്റെ മേൽ ചൂടുവെള്ളം പോലും കോരി ഒഴിച്ചു. അവനെ ഒരു ശല്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗം. എന്നാൽ യൂനോയുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഹാച്ചിക്കോയെ തിരിച്ചറിഞ്ഞു. അവനെ ഉപദ്രവിക്കാതിരിക്കാനായി ഒരു പത്രത്തിൽ ഹാച്ചിക്കോയുടെ കഥ പ്രസിദ്ധീകരിച്ചു. ഇത് വായിക്കാൻ തുടങ്ങിയ ആളുകൾ അവന്റെ നന്മയെ തിരിച്ചറിയുകയും അവനെ ഓമനിക്കാനും ഭക്ഷണം നൽകാനും ഒക്കെ തുടങ്ങി. താമസിയാതെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഹാച്ചിക്കോയെ കാണാൻ വന്നു തുടങ്ങി. അവർ വിശ്വസ്തതയുടെ പ്രതീകമായ അവനെ ഓമനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. യജമാനന്റെ മരണത്തിന് ഒരു പതിറ്റാണ്ട് ശേഷവും ഒരുപാട് ദൂരം നടന്ന് എല്ലാ ദിവസവും ഹാച്ചിക്കോ ആ സ്റ്റേഷനിലെത്തി. അങ്ങനെ 1935 അവന്റെ 10 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവൻ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. ഷിബുയയിലെ തെരുവിൽ മരിച്ച നിലയിൽ ഹാച്ചിക്കോയെ നാട്ടുകാർ കണ്ടെത്തി. പ്രൊഫസർ യൂനോയുടെ ശവക്കല്ലറയ്ക്കടുത്താണ് ഹാച്ചിക്കോയുടെ ചിതാഭസ്മം സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ യജമാനനും വിശ്വസ്തനായ നായയും മരണശേഷം വീണ്ടും ഒന്നിച്ചു. മരിച്ചുപോയ ഉടമയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ പ്രതീകമായി ഹാച്ചിക്കോയുടെ പ്രതിമ ജപ്പാനിലെ ടോക്കിയോയിലെ ഷിബുയ സ്റ്റേഷന് പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ബഹിരാകാശ പരീക്ഷണങ്ങളിൽ റഷ്യയ്ക്ക് മുൻതൂക്കം ലഭിക്കുന്നതിന് സ്വന്തം ജീവൻ ബലികഴിപ്പിക്കേണ്ടി വന്നവളാണ് ലെയ്ക്ക എന്ന നായ. 1957 ബഹിരാകാശ പരീക്ഷണങ്ങളിൽ ലോകത്തിലെ വൻ ശക്തികളായ റഷ്യയും അമേരിക്കയും തമ്മിൽ മാറ്റുരയ്ക്കുന്ന കാലം. ബഹിരാകാശത്ത് ജീവനെ എത്തിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ റഷ്യൻ ശാസ്ത്രജ്ഞർ ഒരു ഉപായം കണ്ടെത്തി. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു പാവം നായയായ ലെയ്ക്കയെ പരീക്ഷണ വസ്തുവാക്കാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ബഹിരാകാശ യാത്രയ്ക്ക് ഒരു മടക്കയാത്ര ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സ്ഥിതിക്ക് മനുഷ്യജീവൻ വെച്ചുള്ള പരീക്ഷണത്തിന് റഷ്യൻ ശാസ്ത്രജ്ഞർ തയ്യാറായില്ല എന്നതാണ് ലെയ്ക്കയ്ക്ക് നറുക്ക് വീഴാനുള്ള പ്രധാന കാരണം. മോസ്കോയിലെ കൊടും തണുപ്പ് പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, പട്ടിണി എന്നിവയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവാണ് ലെയ്ക്ക എന്ന തെരുവ് നായയെ തിരഞ്ഞെടുത്തതും. 1957 നവംബർ 3 സ്പുട്നിക് 2 ശൂന്യാകാശത്തേക്ക് കുതിച്ചത്. ഭൂമിയിലേക്ക് ഒരു മടങ്ങിവരവില്ലാത്ത യാത്രയാണതെന്ന് പാവം ലെയ്ക്കയ്ക്ക് അറിയില്ലായിരുന്നു. 3 വയസ്സുള്ള ലെയ്ക്കയെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കുമ്പോൾ 6 കിലോഗ്രാം ഭാരം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. നായകളെ അപേക്ഷിച്ച് പെൺപട്ടികൾക്ക് വിസർജനത്തിന് കാലുകൾ ഉയർത്തേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ താരതമ്യേന വളരെ കുറവ് സ്ഥലമേ ഇവർക്ക് ആവശ്യമായി വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആവണം പരീക്ഷണത്തിനായി അവർ പെൺപട്ടിയെ തിരഞ്ഞെടുത്തത്. ശൂന്യാകാശത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ലെയ്ക്കയ്ക്ക് ഭൂമിയിൽ വെച്ച് 1 മാസത്തോളം ട്രെയിനിങ് നൽകിയിരുന്നു. ഈ കാലയളവിലെല്ലാം തന്നെ നല്ല ഭക്ഷണം, സ്വാതന്ത്ര്യം ഒന്നും തന്നെ ലെയ്ക്കയ്ക്ക് കിട്ടിയിരുന്നില്ല. ചലന സ്വാതന്ത്ര്യം ഒട്ടുമില്ലാതിരുന്ന ഒരു കൂട്ടിൽ ജലാറ്റിൻ മാത്രമേ ലെയ്ക്കയ്ക്ക് ഭക്ഷണമായി കൊടുത്തിരുന്നുള്ളൂ. ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു പരീക്ഷണ വസ്തുവായി വളരെ അനുസരണയോടുകൂടി ഇരുന്നു കൊടുക്കുകയായിരുന്നു അവൾ. ജീവന്റെ തുടിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവളുടെ ശരീരത്തിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിരുന്നു. ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തുന്നതുവരെ അവളുടെ ഹൃദയമിടിപ്പ് ഭൂമിയിലേക്ക് സന്ദേശങ്ങളായി എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഭൂമിയുമായുള്ള അവളുടെ ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തു. ലോക ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ ലെയ്ക്ക എന്ന നായയുടെ ബലിദാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. യാത്രയ്ക്ക് മുന്നോടിയായി എടുത്ത ലെയ്ക്കയുടെ ചിത്രം മനുഷ്യ മനസ്സുകൾക്ക് ഇന്നും നൊമ്പരം നൽകുന്ന ഒന്നാണ്. ഇതേപോലെ നിങ്ങൾക്കറിയാവുന്ന ധീരന്മാരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ശുഭദിനം.